إن الحمد لله نحمده ونستعينه ونستغفره ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ വീണ്ടും ചർച്ചയായിട്ടുള്ള ഒരു വിഷയമാണ് നേർച്ച എന്ന് പറയുന്നത്. ഈ അടുത്ത ദിവസം തിരൂര് ഭാഗത്തുള്ള പുതിയങ്ങാടി പള്ളി നേർച്ച എന്ന് പറയപ്പെടുന്ന ഉത്സവത്തിൽ ഒരു ആന ഇടഞ്ഞുണ്ടായ കോലാഹലങ്ങളും സംഭവങ്ങളുമൊക്കെ നാം കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു നേർച്ച ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലെ മറ്റു മതസ്ഥരായ ആളുകൾ അവരുടെ ആരാധനാ കേന്ദ്രങ്ങളിൽ നടത്തുന്ന ഉത്സവങ്ങളെപ്പോലെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ജാറങ്ങളിൽ നടക്കുന്ന ഇത്തരം ഉത്സവങ്ങളെ, പൂരങ്ങളെ നേർച്ച എന്ന പേരിൽ വിളിക്കുന്നത് ഒരിക്കലും ശരിയല്ല. കാരണം നേർച്ച എന്നുള്ളത് ഇസ്ലാമിലെ ഒരു ഇബാദത്താണ്. അത് എന്താണെന്ന് വിശ്വാസികളായ നമ്മൾ അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അറബിയിൽ നദർ എന്നാണ് പറയുക. മലയാളത്തിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ നേർച്ച എന്ന് പറയും. എങ്കിൽ മലയാളത്തിൽ തന്നെ അതിൻ്റെ അർത്ഥം വരിക വാഗ്ദാനം, നിർബന്ധം, ഭയം എന്നൊക്കെയാണ്. എന്നാൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള നേർച്ച എന്താണ്? എന്തിനെയാണ് ഇസ്ലാമിൽ നേർച്ച എന്ന് പറയുക? നമ്മൾ അറിയണം, നമ്മൾ പഠിക്കണം. അഥവാ ഐച്ഛികമായ ഒരു കർമ്മം നിർബന്ധമായും താൻ പ്രവർത്തിക്കുമെന്ന് ബുദ്ധിയും വിവേകവുമുള്ള ഒരു മുസ്ലിം അള്ളാഹുവിന് വേണ്ടി സ്വയം പ്രഖ്യാപിക്കുന്നതിനാണ് നേർച്ച അഥവാ നദർ എന്ന് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ പറയുക എന്നുള്ളതാണ്. വേഗത്തിൽ മനസ്സിലാകാൻ ഒരു ഉദാഹരണമായി, തിങ്കളാഴ്ചത്തെ നോമ്പ് സുന്നത്താണ് എന്ന് വിശ്വാസികളായ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഒരാൾ ഞാൻ ഇനി മുതൽ തിങ്കളാഴ്ചയും നിർബന്ധമായും നോമ്പെടുക്കുമെന്നൊരാൾ നേർച്ച നേർന്നാൽ അതോടുകൂടി അത് അയാളുടെ മേൽ നിർബന്ധമായി. പിന്നെ അത് അയാൾക്ക് ഒഴിവാക്കാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ ഒരു ആടിനെ അറുത്ത് അതിൻ്റെ മാംസം ദാനം ചെയ്യുക എന്നുള്ളത്, സ്വതക്ക ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിൽ പുണ്യമുള്ള കാര്യമാണ്. പുണ്യകരമായ കാര്യമാണ്, നിർബന്ധമല്ലാത്ത ഐച്ഛികമായ കാര്യമാണ്.
എന്നാൽ ഒരാൾ ഒരു ആടിനെ അറുത്തു ദാനം ചെയ്യൽ എൻ്റെ മേൽ നിർബന്ധമായിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ അവൻ അതിനെ നേർച്ചയാക്കി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെ ഇസ്ലാമിലെ ഐച്ഛികമായ ഇബാദത്തുകളെ സ്വയം നിർബന്ധമാക്കുന്നതിനാണ് ഇസ്ലാമിലെ നദർ, നേർച്ച എന്ന് പറയുന്നത്. അതൊരു ഇബാദത്താണ്. അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട, അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ഒരു ഇബാദത്താണത്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ അടിയാന്മാരുടെ ഗുണവിശേഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിച്ച കൂട്ടത്തിൽ അല്ലാഹു പറഞ്ഞു, യൂഫൂന ബിന്നദിരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ. അഥവാ യഥാർത്ഥ അല്ലാഹുവിന്റെ അടിമകൾ, വിശ്വാസികൾ, യൂഫൂന ബിന്നദർ, അവരുടെ നേർച്ചകൾ അവർ പൂർത്തിയാക്കുന്നവരാണ്, പൂർത്തീകരിക്കുന്നവരാണ്. വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ, ശക്തമായ വിപത്ത് അത് വ്യാപിക്കുന്ന ഒരു ദിവസത്തെ സംബന്ധിച്ച് അവർ ഭയപ്പെടുന്നവരുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ഥലത്ത് പറഞ്ഞു. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു വീണ്ടും ഉണർത്തി, വമാ അൻഫഖ്തും മിൻ നഫഖത്തിൻ ഔ നദർതും മിൻ നദിരിൻ ഫഇന്നല്ലാഹ യഅലമുഹു വമാ ലിൽവാലിമീന മിൻ അൻസ്വാർ. വമാ അൻഫഖ്തും മിൻ നഫഖത്തിൻ, നിങ്ങൾ ചിലവഴിക്കുന്നത് എന്തൊന്നുണ്ടോ അതൊന്നും തന്നെ നിങ്ങൾ ചിലവഴിക്കുന്നില്ല. ഔ നദർതും മിൻ നദിരിൻ, നിങ്ങൾ നേർച്ചയാക്കുന്നത് എന്തൊന്നുണ്ടോ അത് നിങ്ങൾ നേർച്ചയാക്കുന്നില്ല. ഫഇന്നല്ലാഹ യഅലമുഹു, തീർച്ചയായും അല്ലാഹു അതറിഞ്ഞിട്ടല്ലാതെ, കൃത്യമായി അല്ലാഹുവിന് അതിനെ കുറിച്ച് അറിയാം, അങ്ങനെയല്ലാതെ. വമാ ലിൽവാലിമീന മിൻ അൻസ്വാർ, അക്രമികളായ ആളുകൾക്ക് ഒരു സഹായിയും ഉണ്ടാകുകയില്ല എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ഉണർത്തുകയുണ്ടായി. അതുകൊണ്ട് ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തി തന്ന, ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന നേർച്ച അത് ഇബാദത്താണ് എന്നുള്ളതാണ്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു, മൻ നദറ അൻ യുതിഅ അല്ലാഹ ഫൽയുതിഉഹു, ആരെങ്കിലും അല്ലാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ ഒരാൾ നേർച്ച ചെയ്താൽ അയാൾ അല്ലാഹുവിനെ അനുസരിച്ചു കൊള്ളട്ടെ. വമൻ നദറ അൻ യഅസിയഹു ഫലാ യഅസിഹി, എന്നാൽ അല്ലാഹുവിനോട് അനുസരണക്കേട് കാണിക്കാൻ ഒരാൾ നേർച്ച ചെയ്താൽ അയാൾ അത് നിറവേറ്റാതിരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു തന്നു. നല്ല കാര്യങ്ങളിലും അല്ലാഹുവിനുള്ള അനുസരണയിലും മാത്രമേ നേർച്ചയുള്ളൂ എന്നതാണ് ഇസ്ലാം അവിടുന്ന് പഠിപ്പിക്കുന്നത്. അല്ലാത്ത കാര്യങ്ങൾക്ക് ആരെങ്കിലും നേർച്ച നേർന്നാൽ അതൊരിക്കലും പാലിക്കേണ്ടതില്ല എന്നാണ് ഇസ്ലാം അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു അല്ലാത്തവർക്കുള്ള നേർച്ച, അതിനെക്കുറിച്ച് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ലാഹുവിനുള്ള നേർച്ച പോലും ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് പറയുമ്പോൾ അല്ലാഹു അല്ലാത്തവർക്കുള്ള നേർച്ച ഒഴിവാക്കണമെന്നതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. നേർച്ച അല്ലാഹുവിന് മാത്രമേ പാടുള്ളൂ, അല്ലാഹുവിന് മാത്രമേ അത് നിർവഹിക്കാൻ പാടുള്ളൂ. കാരണം അത് ഇബാദത്താണ്. അല്ലാഹു അല്ലാത്ത മറ്റു വല്ലവരുടെയും പ്രീതിക്കായി, അവരുടെ പൊരുത്തത്തിനായി നേർച്ച നേരുകയാണെങ്കിൽ അത് അവർക്കുള്ള ഇബാദത്തും അല്ലാഹുവിൽ പങ്കു ചേർക്കലുമാണ്, ശിർക്ക് ചെയ്യലുമാണ്, അവർക്കുള്ള ഇബാദത്തുമാണ്. കാരണം ശിർക്ക് എന്ന് പറയുന്നത്, അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഗുരുതരമായ പാപമായി കൊണ്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനെ വിളിച്ചുകൊണ്ട് ഉപദേശിച്ച ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം, എന്റെ പൊന്നുമോനെ, നീ അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. കാരണം അത് ഏറ്റവും വലിയ അക്രമമാകുന്നു, ഏറ്റവും വലിയ മഹാപാതകമാകുന്നു അത് എന്ന് ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനെ ഉപദേശിക്കുകയുണ്ടായി. മാത്രവുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്കല്ലാത്ത ഏത് പാപമുണ്ടെങ്കിലും
അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അത് പുറത്തു കൊടുത്തേക്കാം. പക്ഷേ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചാലല്ലാതെ അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമായി കൊണ്ട് അള്ളാഹു അവിടുന്ന് പറഞ്ഞു തന്നത് ശിർക്കിനെ സംബന്ധിച്ചാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. തീർച്ചയായും അള്ളാഹു ശിർക്ക് പൊറുക്കുകയില്ല. അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത് അവൻ പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അതല്ലാത്ത അവൻ ഉദ്ദേശിക്കുന്നത് ഏതൊക്കെയുണ്ടോ അതൊക്കെ ഒരു പക്ഷേ അള്ളാഹു പുറത്തു കൊടുത്തേക്കാം. വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഇഫ്തറാ ഇസ്മൻ അളീമ. ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണെങ്കിൽ അവൻ അള്ളാഹുവിന്റെ മേൽ ഏറ്റവും വലിയ വമ്പിച്ച കെട്ടിച്ചമക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറഞ്ഞു. ഇനിയും പോകട്ടെ, ഒരാളിലേക്ക് ശിർക്ക് വന്നാൽ, ശിർക്ക് സംഭവിച്ചു പോയാൽ അയാൾക്ക് സ്വർഗം നിഷിദ്ധമാകും, അയാൾക്ക് നരകം അയാളുടെ വാസസ്ഥലമാകും, ശാശ്വതമായി അയാൾ നരകത്തിൽ വസിക്കേണ്ടി വരും. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു അന്നാർ വമാ ലിൽവാലിമീന മിൻ അൻസ്വാർ. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗ്ഗം അല്ലാഹു അവന്റെ മേൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു. വമഅവാഹു അന്നാർ, നരകമാണ് അവന്റെ വാസസ്ഥലം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വമാ ലിൽവാലിമീന മിൻ അൻസ്വാർ, അക്രമികളായ ആളുകൾക്ക് യാതൊരു സഹായിയും ഉണ്ടാകുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അതുകൊണ്ട് തന്നെ നദർ എന്ന് പറയുന്ന നേർച്ച അത് ഇബാദത്താണ്. അല്ലാഹുവിനല്ലാത്ത ആർക്കത് സമർപ്പിച്ചാലും അത് അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. അതോടൊപ്പം വലിയ പാതകമാണത്, വലിയ പാപമാണത് എന്ന് ഇസ്ലാം അവിടുന്ന് പറഞ്ഞു തന്നു. ഇനിയോ നമ്മൾ അറിയേണ്ടത് നേർച്ച രണ്ട് രൂപത്തിലുണ്ട് എന്നുള്ളതാണ്. ഒന്ന് വ്യവസ്ഥ വെച്ചുകൊണ്ടുള്ള നേർച്ച. വ്യവസ്ഥ വെച്ചുകൊണ്ടുള്ള നേർച്ച പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും. അല്ലാഹുവേ, എന്റെ ഈ രോഗം നീ മാറ്റിയാൽ ഞാൻ ഇന്നത് ചെയ്യാമെന്ന് പറയുന്ന ആളുകൾ അങ്ങനെ വ്യവസ്ഥ വെച്ച് പറയുക. റബ്ബേ, എനിക്ക് ഇന്ന ജോലി കിട്ടിയാൽ ഞാൻ നിന്റെ പള്ളിക്ക് ഇത്ര കൊടുക്കാം, അതല്ലെങ്കിൽ എന്റെ രോഗം മാറ്റിയാൽ ഞാൻ ഇന്നത് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ രൂപത്തിൽ വ്യവസ്ഥ വെച്ചുകൊണ്ട് നേർച്ച ചെയ്യുന്ന സമ്പ്രദായം ഒന്നതാണ്. രണ്ട്, യാതൊരു വ്യവസ്ഥയുമില്ലാതെ, യാതൊരു വ്യവസ്ഥയും വെക്കാതെയുള്ള നേർച്ചയാണ്. ഇത്തരം നേർച്ചയുടെ വിധി എന്താണ് നമ്മൾ മനസ്സിലാക്കണം. വ്യവസ്ഥ വെച്ചുള്ള നേർച്ച അത് കറാഹത്താണെന്നും, പ്രത്യേകിച്ച് യാതൊരു വ്യവസ്ഥയും വെക്കാതെയുള്ള നേർച്ചയാണെങ്കിൽ അത് അനുവദനീയമാണെന്നും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ രണ്ട് തരത്തിലുള്ള നേർച്ചയും കറാഹത്താണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർക്കിടയിൽ കാണാം. കാരണം എന്താ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേർച്ചയെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വ്യവസ്ഥ വെച്ചുകൊണ്ട് ഇന്നത് കിട്ടിയാൽ ഇന്നത് ചെയ്യാം, ഇന്നത് നടക്കുകയാണെങ്കിൽ ഞാൻ ഇന്നത് ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ രൂപത്തിലുള്ള നേർച്ച അത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് ലാ തൻദുറു ഫഇന്നൻ നദ്റ ലാ യുഅനി മിനൽ ഖദരി ശൈആ വഇന്നമാ യുസ്തഖ്റജു ബിഹി മിനൽ ബഖീൽ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തൻദുറു, നിങ്ങൾ നേർച്ച ചെയ്യരുത്, നിങ്ങൾ നേർച്ചയാക്കരുത്. കാരണം എന്ത്? ഫഇന്നൻ നദ്റ ലാ യുഅനി മിനൽ ഖദരി ശൈആ, അല്ലാഹുവിന്റെ ഖദറിൽ നിന്ന് നിങ്ങൾ ചെയ്യുന്ന നേർച്ചക്ക് യാതൊന്നൊരു മാറ്റവും വരുത്താൻ, ഒന്നും തന്നെ അധീനപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നാണ്. നോക്കൂ, എന്റെ രോഗം മാറിയാൽ ഞാൻ ഇന്നത് ചെയ്യാമെന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഖദറാണ് അയാൾക്ക് രോഗമുണ്ടാകുക എന്നുള്ളത്, അതല്ലെങ്കിൽ അയാൾക്ക് ജോലി കിട്ടുക എന്നുള്ളത്, അല്ലെങ്കിൽ അയാളുടെ സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുക എന്നുള്ളത്, അല്ലെങ്കിൽ അയാൾക്ക് ബാധിച്ചിട്ടുള്ള ഒരു വിഷമം നീങ്ങിപ്പോകുക എന്നുള്ളത്. ഇത് അല്ലാഹുവിന്റെ ഖദറിൽപ്പെട്ടതാണ്. ആ ഖദറിനെ മാറ്റിമറിക്കാൻ, ആ ഖദറിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ നിങ്ങളെ നേർച്ചയ്ക്ക് സാധിക്കുകയില്ല. മറിച്ച് വഇന്നമാ യുസ്തഖ്റജു ബിഹി മിനൽ ബഖീലി, നേർച്ച കൊണ്ട് പിശുക്കനിൽ നിന്ന്, അഥവാ അതുവഴി പിശുക്കന്റെ ധനം
അത് പുറത്തെടുക്കാൻ, അത് അവന് ചിലവഴിക്കാൻ, അത് കൊടുക്കാൻ അത് കാരണമായേക്കാം എന്ന് മാത്രം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു. ഇനി ഒരാൾ നേർച്ച ചെയ്താലോ, അയാൾ നേർച്ച ചെയ്താൽ ആ നേർച്ച പൂർത്തീകരിക്കുക എന്നുള്ളത് അയാൾക്ക് നിർബന്ധമാണ്. ഒരാൾ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാം ഐച്ഛികമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഇസ്ലാം അനുവദനീയമായ രൂപത്തിലുള്ള ഒരു നേർച്ച ഒരാൾ നേർന്നാൽ ആ നേർച്ച വീട്ടൽ അയാൾക്ക് നിർബന്ധമാണ്. ജാഹിലിയ്യ കാലത്ത് നേർന്ന നേർച്ച പോലും അനുവദനീയമായ കാര്യമായതിനാൽ അത് വീട്ടണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മഹാനായ സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, കുന്തു നദർതു ഫിൽ ജാഹിലിയ്യ അൻ അഅതഖിഫ ലൈലതൻ ഫിൽ മസ്ജിദിൽ ഹറാം. അല്ലാഹുവിന്റെ പ്രവാചകരെ, ജാഹിലിയ്യ കാലഘട്ടത്തിൽ മസ്ജിദുൽ ഹറാമിൽ ഒരു രാത്രി ഇഅ്തികാഫിരിക്കാമെന്ന് ഞാൻ നേർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ആ നേർച്ച വീട്ടേണ്ടതുണ്ടോ, അത് പാലിക്കേണ്ടതുണ്ടോ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോ ഖാല റസൂലുള്ളാഹി പറഞ്ഞു, ഔഫി ബിനദ്രിക്, നിന്റെ നേർച്ച നീ പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്താ, അനുവദനീയമായ അതുപോലെ തന്നെ ഇസ്ലാം ഐച്ഛികമായി പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം അത് ജാഹിലിയ്യ കാലഘട്ടത്തിൽ നേർച്ചയാക്കിയതാണെങ്കിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പൂർത്തിയാക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ നേർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, പൂർത്തിയാക്കുക എന്നുള്ളത് ബാധ്യതയാണ്. ഇനി ഒരാൾ മരണപ്പെട്ടു, അയാൾക്ക് വല്ല നേർച്ചയുമുണ്ട് എങ്കിൽ ആ മരണപ്പെട്ട വ്യക്തിയുടെ നേർച്ച ആരാണ് വീട്ടേണ്ടത്? മരണപ്പെട്ടവർക്ക് നേർച്ച ഉണ്ടെങ്കിൽ അനന്തരാവകാശികളായ ആളുകളാണ് അത് വീട്ടേണ്ടത് എന്നാണ്. അവർ നേർച്ച നേർന്നിട്ടുണ്ടോ എങ്കിൽ നോക്കൂ നിങ്ങൾ, സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു, ആ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു തന്റെ ഉമ്മ മരണപ്പെട്ടപ്പോ ഉമ്മ ചെയ്ത നേർച്ചയുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സംഭവം പറഞ്ഞത് ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അന്ന സഅദ് ഇബ്നു ഉബാദ അൽ അൻസാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം റസൂലുള്ളാഹിയുടെ അടുക്കൽ വന്ന് ഇസ്തഫ്തൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ നദിരിൻ കാന അലാ ഉമ്മിഹി ഫതൂഫിയത് ഖബ്ല അൻ തഖ്ദിയഹു, എൻ്റെ ഉമ്മ മരിക്കുന്നതിന് മുമ്പ് ഒരു നേർച്ച ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ചുള്ള ഫത്വ ചോദിക്കാൻ, അതിനെക്കുറിച്ചുള്ള മതവിധി അറിയാൻ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. എന്നിട്ട് പ്രവാചകരോട് പറഞ്ഞു, എൻ്റെ ഉമ്മ ഇങ്ങനെ നേർച്ച ചെയ്തിട്ടുണ്ട്, അതെന്ത് ചെയ്യണം? റസൂലുള്ളാഹി ഫഅഫ്താഹു അൻ യഖ്ദിയഹു അൻഹാ, അവളെ തൊട്ട് അഥവാ തന്റെ മാതാവിനെ തൊട്ട് ആ നേർച്ച നിർവഹിക്കാൻ, അത് വീട്ടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനോട് പറഞ്ഞു. ഫകാനത് സുന്നതൻ ബഅദു, അതിനുശേഷം അതൊരു സുന്നത്തായി, അഥവാ മരണപ്പെട്ടു പോയ തന്റെ പിതാവോ മാതാവോ ആരെങ്കിലും നേർച്ച ചെയ്തിട്ട് അത് വീട്ടാൻ പറ്റാതെ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അനന്തരാവകാശികളായ ആളുകൾ അത് വീട്ടണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ വേറൊരു സംഭവം കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇതുപോലെ വരുന്ന മരണപ്പെട്ട ഒരാളുടെ നേർച്ചയുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹിയോട് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുകയാണ്, അവർക്ക് കടമുണ്ടെങ്കിൽ എന്താണ് ചെയ്യുക? താങ്കൾ അത് വീട്ടുകയില്ലേ? ആ വീട്ടും. എങ്കിൽ അള്ളാഹുവിനോടുള്ള കടമാണ്, അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ് ഏറ്റവും ആദ്യം വീട്ടാൻ നിർവാഹമുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും അർഹതപ്പെട്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബിയോടും അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ വല്ല അശക്തത കൊണ്ടോ അതല്ലെങ്കിൽ മനഃപൂർവമോ നേർച്ച വീട്ടാതെ അത് ലംഘിച്ചാൽ അതിന് പ്രായശ്ചിത്തം നിർബന്ധമാണ്. ഒരാൾ നേർച്ച ചെയ്തു, ആ നേർച്ച അയാൾക്ക് നിർവഹിക്കാൻ സാധിച്ചില്ല എങ്കിൽ അതിന് പ്രായശ്ചിത്തം ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. എന്താണ് പ്രായശ്ചിത്തം? നേർച്ചയുടെ പ്രായശ്ചിത്തം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കഫാറത്തുൻ നദിരി കഫാറത്തുൽ യമീൻ എന്നാണ്. ഒരു നേർച്ചയുടെ ലംഘനം, അതിന്റെ പ്രായശ്ചിത്തം എന്ന് പറയുന്നത് ഒരാൾ സത്യം ചെയ്തിട്ട് ലംഘിച്ചാൽ അതിനുള്ള പ്രായശ്ചിത്തം എന്താണോ അത് തന്നെയാണ് അതിന്റെയും പ്രായശ്ചിത്തം എന്നാണ്. സത്യം ചെയ്ത് ലംഘിച്ചാലുള്ള പ്രായശ്ചിത്തം എന്താ? അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നു. സൂറത്തുൽ മാഇദയിലെ 89-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിശദീകരിച്ചു തന്നു.
ലാ യുആഖിദുകുമുല്ലാഹു ബില്ലഗ്വി ഫീ ഐമാനികും വലാകിൻ യുആഖിദുകും ബിമാ അഖദ്തുമുൽ ഐമാൻ. അഥവാ നിങ്ങളുടെ സത്യം ചെയ്യലിൽ വ്യർത്ഥമായി എന്തെങ്കിലും വന്നുപോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ അല്ലാഹു ഒരിക്കലും നിങ്ങളെ പിടികൂടുകയില്ല. വലാകിൻ യുആഖിദുകും ബിമാ അഖദ്തുമുൽ ഐമാന, നിങ്ങൾ ദൃഢമായി എന്തെങ്കിലും സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ അല്ലാഹു നിങ്ങളെ പിടികൂടും. എന്നിട്ട് അല്ലാഹു പറഞ്ഞു ഫകഫാറതുഹു, അതിനുള്ള പ്രായശ്ചിത്വം തആയിതുആനു 10 മസാകീന മിൻ ഔസതി മാ തുതഇമൂന അഹ്ലീകും ഔ കിസ്വതുഹും ഔ തഹരീറു റഖബത്തിൻ ഫമൻ ലം യജിദ് ഫസിയാമു 3 അയ്യാമിൻ എന്നാണ്. ഫകഫാറതുഹു, അതിന്റെ കഫാറത്ത് അഥവാ സത്യം ചെയ്തിട്ട് അത് ലംഘിച്ചാൽ അതിനുള്ള കഫാറത്ത് അത് തന്നെയാണ് നേർച്ചയുടെയും കഫാറത്ത്. ഒന്നാമത്തത് ഇത്ആമു 10 മസാകീന, 10 അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. എങ്ങനെ? മിൻ ഔസതിൻ മാ തുതഇമൂന അഹ്ലീകും, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് നിങ്ങൾ ഭക്ഷിപ്പിക്കുന്ന എന്താണോ അതിന്റെ മധ്യമമായ നിലക്കുള്ള ഒരു ഭക്ഷണം 10 മിസ്കീന്മാർക്ക് അഗതികൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത്. ഔ അല്ലെങ്കിൽ കിസ്വതുഹും, ആ 10 ആളുകൾക്ക് വസ്ത്രം നൽകുക എന്നുള്ളത്. ഔ അല്ലെങ്കിൽ തഹരീറു റഖബത്തിൻ, ഒരു അടിമയെ മോചിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ 10 ആളുകൾക്ക് ഭക്ഷണം നൽകുക, 10 ആളുകൾക്ക് വസ്ത്രം നൽകുക, അതല്ലെങ്കിൽ ഒരു അടിമയെ മോചിക്കുക. എന്നിട്ട് അള്ളാഹു വീണ്ടും പറഞ്ഞു ഫമൻ ലം യജിദ് ഫസിയാമു 3 അയ്യാമിൻ. ഒരാൾക്ക് ഇതിനൊന്നും സാധിച്ചിട്ടില്ല എങ്കിൽ, ഇതിനൊന്നും ഒരാൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ 3 അയ്യാം, 3 ദിവസം തുടർച്ചയായി അയാൾ നോമ്പ് നോൽക്കുക എന്നുള്ളതാണ്. ദാലിക കഫാറതു ഐമാനികും ഇദാ ഹലഫ്തും, നിങ്ങൾ സത്യം ചെയ്താൽ, ആ സത്യം ചെയ്തിട്ട് ലംഘിക്കുകയാണെങ്കിൽ അതിന്റെ കഫാറത്ത്, അതിന്റെ പ്രായശ്ചിത്തമാണ് ഇത്. വഹ്ഫളൂ ഐമാനകും, നിങ്ങളുടെ സത്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി ലഅല്ലകും തഷ്കുറൂൻ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരികയാണ്. അത് അവന്റെ ആയത്തുകൾ അല്ലാഹു നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നു. ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകുവാൻ വേണ്ടി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയും. അപ്പോ ഇസ്ലാമിൽ ഒരു ഇബാദത്താണ് നേർച്ച എന്ന് പറയുന്നത്. ആ നേർച്ച ഐച്ഛികമായി ഇസ്ലാം ഖൈറായി പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം ഒരാൾ സ്വയം അയാളുടെ മേൽ നിർബന്ധമാക്കുന്നതിനാണ് നേർച്ച എന്ന് പറയുക എന്നുള്ളതാണ്. ആ ഇബാദത്ത് അല്ലാഹുവിന് മാത്രമേ സമർപ്പിക്കാവൂ, അല്ലാഹുവിന് മാത്രമേ നേർച്ചയാക്കാവൂ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കുകയും ചെയ്യുക. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇസ്ലാമിലെ നേർച്ചയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നാം മനസ്സിലാക്കിയത്. ഇനി ഒരാൾ അയാളുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലാതെയോ അനുവദനീയമല്ലാത്ത അഥവാ ഇസ്ലാം അനുവദിക്കാത്ത ഒരു കാര്യം നേർച്ച നേർന്നെങ്കിൽ അയാൾ ഒരിക്കലും ആ നേർച്ച പൂർത്തിയാക്കേണ്ടതില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ നദ്റ ഇല്ലാ ഫീമാ യുബ്തഗാ ബിഹി വജ്ഹുല്ലാഹ് വലാ യമീന ഫീ ഖതീഅതി റഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അല്ലാഹുവിന്റെ വജ്ഹ് തേടുന്ന കാര്യങ്ങളിലല്ലാതെ നേർച്ചയില്ല. അല്ലാഹുവിന്റെ വജ്ഹ് തേടുന്ന, അവന്റെ പ്രതിഫലവും പ്രീതിയും നേടുന്ന കാര്യത്തിലല്ലാതെ നേർച്ചയില്ല. വലാ യമീന ഫീ ഖതീഅതി റഹിം, അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളെ വിച്ഛേദിക്കുന്ന രൂപത്തിലുള്ള സത്യം ചെയ്യലുമില്ല, പ്രായശ്ചിത്തവുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അനുവദനീയമല്ലാത്ത ഹറാമായ നിഷിദ്ധമായ കാര്യത്തിൽ ഒരാൾ നേർച്ച ചെയ്താൽ അയാൾ അത് വീട്ടേണ്ടതില്ല. ഇനി വീട്ടാത്തത് കൊണ്ട് അയാൾ അതിന് പ്രായശ്ചിത്തം നൽകേണ്ടതുണ്ടോ? അതും വേണ്ടതില്ല. കാരണം അതിന് പ്രായശ്ചിത്തമില്ല എന്നുള്ളതാണ്. തെറ്റായ കാര്യത്തിന് നേർച്ച നേർന്ന വിഷയത്തിൽ അയാൾ ചെയ്യേണ്ടത് ആത്മാർത്ഥമായി അല്ലാഹുവിനോട് തൗബ ചെയ്യുക എന്നുള്ളതാണ്.
അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക എന്നുള്ളതാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ നേർച്ചയുമായി ബന്ധപ്പെട്ട വിഷയം ഒരുപാട് ഗഹനമായി, അതല്ലെങ്കിൽ അതൊരു ഇബാദത്ത് എന്ന നിലക്ക് അതിന്റെ എല്ലാ വശങ്ങളും അവിടുന്ന് അവർ ഫിഖ്ഹിന്റെ കിതാബുകളിൽ വിവരിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൽ നേർച്ച എന്താണ്? ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നേർച്ച എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകളിലേക്ക് എത്തുന്നത്, അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കപ്പെടുന്ന, അല്ലാഹുവല്ലാത്ത മഹാത്മാക്കളെയും മഹത്തുക്കളെയും വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന, ഇസ്ലാം ഒരിക്കലും അനുവദിച്ചിട്ടില്ലാത്ത കെട്ടി ഉയർത്തപ്പെട്ട ജാറങ്ങളും മക്ബറകളും അതിന്റെ അടുക്കൽ നടക്കുന്ന ഉറൂസുകളും അതുപോലെ തന്നെ ചന്ദനക്കുടങ്ങളുമാണ് പലപ്പോഴും നേർച്ച എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു മുസ്ലിമിന്റെ ഹൃദയങ്ങളിലേക്ക്, അവന്റെ മനസ്സിലേക്ക് കയറി വരുന്നത് എന്നാണ്. അതുമല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ മരണപ്പെട്ടു പോയ മഹത്തുക്കളുടെ പേരിൽ, അത് ബദരീങ്ങളുടെ പേരിലായാലും ശരി, മുഹയ്യിദ്ദീൻ ശൈഖിന്റെ പേരിലായാലും ശരി, മമ്പർത്ത തങ്ങളുടെ പേരിലായാലും ശരി, കോഴീനെയോ ആടിനെയോ അതല്ലെങ്കിൽ തന്റെ തൊടിയിലുള്ള ഏതെങ്കിലും വസ്തുക്കളെയോ നേർച്ചയാക്കുന്ന സമ്പ്രദായമാണ് നേർച്ച എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ആളുകളുടെ മനസ്സിലേക്ക് വരാറുള്ളത്. എന്നാൽ ഇങ്ങനെ അല്ലാഹുവല്ലാത്ത അല്ലാഹുവിന്റെ പടപ്പുകളുടെ പേരിൽ നേർച്ചയാക്കുന്നത്, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ആണെങ്കിൽ പോലും അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങി സ്വഹാബികളും താബീങ്ങളും തബഅത്താബീങ്ങളും സ്വാലിഹീങ്ങളും മഹത്തുക്കളുമാകുന്ന ആളുകളുടെ പേരിൽ ഇങ്ങനെ നേർച്ചയാക്കുക എന്നുള്ളത് നിഷിദ്ധമായ കാര്യമാണ്, ഹറാമായ കാര്യമാണ്. അതിനേക്കാൾ ഉപരി അത് ശിർക്കുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം നൽകേണ്ട ആ ഇബാദത്ത് അല്ലാഹു അല്ലാത്തവരിലേക്ക് അത് തിരിച്ചുവിടുക എന്നുള്ളത് അല്ലാഹുവിൽ പങ്കു ചേർക്കുകയും ചെയ്യുന്ന ഗുരുതരമായ പാപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് നേർച്ച എന്ന് കേൾക്കുമ്പോൾ ഈ രൂപത്തിലുള്ള, പ്രത്യേകിച്ച് ഇതാ വേനൽക്കാലത്തേക്ക് പ്രവേശിക്കുകയാണ്, ഇനി അടുത്ത മാസങ്ങൾ തുടങ്ങി നമ്മുടെ നാടുകളിൽ എവിടെയൊക്കെ കെട്ടി ഉയർത്തപ്പെട്ട ഖബറുകളുണ്ടോ ആ ഖബറിന്റെ അടുത്തിലൊക്കെ നമ്മുടെ മറ്റു മതസ്ഥരായ ആളുകൾ അവരുടെ ആരാധനാ കേന്ദ്രങ്ങളിൽ നടത്തുന്ന ഉത്സവങ്ങളെ പോലെയുള്ള പൂരങ്ങൾ നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം നാമധാരികളായ ആളുകൾ അതിന് പങ്കാളികളാകുകയാണ്, അതുപോലെ തന്നെ അതിൽ പങ്കുവഹിക്കുകയാണ്. ഇങ്ങനെ ഇത്തരം നേർച്ചകൾ നടക്കുന്ന, അല്ലെങ്കിൽ നേർച്ചയുടെ പേരിൽ നടക്കുന്ന ഇത്തരം പേക്കൂത്തുകൾ, അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അത് നിസാരമല്ല എന്നാണ്. അത്തരം കാര്യങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ട പുതിയങ്ങാടി നേർച്ച എന്ന് പറയപ്പെടുന്ന ആ പൂരത്തിൽ നടന്ന കലഹങ്ങൾ എന്നുള്ളത്. അതിനു മുമ്പും ഇത്തരത്തിലുള്ള ആനകള് ഇടയുകയും ആനകൾ ആളുകളെ കൊല്ലുകയും ചെയ്യുന്ന സംഭവങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ വായിക്കുകയും അറിയുകയും ചെയ്ത കാര്യമാണ്. കേരളത്തിൽ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. അതുകൊണ്ട് മുസ്ലിമീങ്ങളായ നമ്മൾ, വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള നേർച്ച എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ അനാചാരങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കാനും, ഇസ്ലാം പഠിപ്പിച്ച നേർച്ച എന്താണ് എന്ന് അത് കൃത്യമായി പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്തുവാനും മറ്റുള്ള ഇത്തരത്തിലുള്ള അനാചാരങ്ങളും അതുപോലെ തന്നെ ശിർക്കൻ വിശ്വാസങ്ങളും ശിർക്കൻ ആചാരങ്ങളിൽ നിന്നും ഈ വിട്ടുനിൽക്കാൻ ഈ സന്ദർഭങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മൾ ഇസ്ലാമിലെ നേർച്ചയെ കുറിച്ച് പഠിക്കുക, അത് മനസ്സിലാക്കുക, ഇസ്ലാം അനുവദിച്ചത് ഏത് എന്ന് അനുവദിക്കാത്തത് ഏത് എന്ന്. മാത്രവുമല്ല, ഇങ്ങനെ നടക്കുന്ന മുസ്ലിമീങ്ങൾ എന്ന് പേര് പറയപ്പെടുന്ന ആളുകൾ തന്നെ ഇത്തരത്തിൽ നടക്കുന്ന ഈ പേക്കൂത്തുകളും അതുപോലെ തന്നെ നേർച്ചപൂരങ്ങളും അതിൽ ഒരു മുസ്ലിം എന്ന നിലക്ക് അത്തരത്തിലുള്ള മുഴുവൻ കാര്യങ്ങളിൽ നിന്നും അതിന് പ്രോത്സാഹനം നൽകുന്നതാകട്ടെ അല്ലെങ്കിൽ അതിൽ ഭാഗമാക്കാവുന്നതാകട്ടെ, അങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളിൽ നിന്നും ഒരു മുസ്ലിം എന്ന നിലക്ക് നാം വിട്ടുനിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിലെ കൃത്യമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്തുവാനുമുള്ള തൗഫീഖും ആഫിയത്തും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അർഹമുർ റഹ്മാനായ റബ്ബ് നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് രോഗികൾ, ഹോസ്പിറ്റലുകളിൽ മാരകമായ രോഗങ്ങൾ ബാധിച്ച് കിടക്കുന്ന ഒരുപാട് രോഗികൾ,
അള്ളാഹു അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകുമാറാകട്ടെ. പെട്ടെന്ന് അവർക്ക് അള്ളാഹു ശമനം നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്തു അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ മുസ്ലിമീങ്ങൾക്കും അള്ളാഹു സഹായം നൽകുമാറാകട്ടെ. അവർക്ക് അള്ളാഹു വിജയം നൽകുമാറാകട്ടെ. അള്ളാഹു അവർക്ക് ആശ്വാസം നൽകുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم دمر اعداءنا واعداء الدين اللهم دمر اعداءنا واعداء المسلمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه واصحابه اجمعين والحمد لله رب العالمين.